കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് യൂണിറ്റാണ്. 4ാമത്തെ യൂണിറ്റ്. അതിലെ ഒരു കവിതയാണ്. നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് കവിതയാണ് സംക്രമണം എന്നാണ് ആ കവിതയുടെ പേര്. ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ്. അപ്പം ഈ കവിയെക്കുറിച്ച് നമ്മൾ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആറ്റൂർ രവിവർമ്മ മലയാള കവിതയിൽ ആധുനിക പ്രവണതകൾക്ക് തുടക്കം കുറിച്ച കവികളിൽ പ്രധാനിയാണ് അദ്ദേഹം. 1930 ഡിസംബർ 27 തൃശൂർ ജില്ലയിലെ ആറ്റൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കവിത ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സുന്ദര രാമസ്വാമി, സെൽമ, ജി നാഗരാജൻ എന്നിവരുടെ കൃതികൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴിൽ നിന്ന് പ്രശസ്തരായ പലരുടെയും കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരവും പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പോൾ കവിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി ആറ്റൂർ രവിവർമ്മയുടെ ആ കവിത ഏതാത് നമ്മൾ പഠിക്കാൻ പോകുന്ന സംക്രമണം എന്നുള്ള കവിത. സംക്രമണം എന്ന വാക്കിന് ഇവിടെ മാറ്റം അല്ലെങ്കിൽ പരിണാമം എന്നൊക്കെയാണ് അർത്ഥം. മാറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ ആറ്റൂർ രവിവർമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതുന്ന കവിതകളുടെ ചില സവിശേഷതകളെ കുറിച്ച് പറയാം. ഈ കവിത തന്നെ എങ്ങനെയാണ്? കവി ഉൾക്കൊള്ളുന്ന പുരുഷവർഗത്തിൻ്റെ കാലുഷ്യത്തിൽ ചീഞ്ഞളിഞ്ഞ് ജഡമാകുന്ന സ്ത്രീത്വത്തിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കുന്ന പ്രവാചക സ്വഭാവമുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സംക്രമണം എന്ന കവിത. അപ്പോൾ ഈ കവിതയുടെ തുടക്കം എങ്ങനെയാണ് നോക്കാം. നമുക്ക് കവിതയിലേക്ക് വരാം. കുറേ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണ് ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെയാണ് കവിതയുടെ തുടക്കം. കുറേ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു. അപ്പൊ ഈ ഒരുത്തി എന്ന് പറഞ്ഞത് ആരെയാണ്? സ്ത്രീയാണ്, സ്ത്രീത്വത്തെയാണ്. അപ്പോൾ സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥ, കാലം എത്ര പുരോഗമിച്ചിട്ടും സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമില്ല. മാറ്റത്തിന് ഇനിയും കാലം കുറെ കഴിയണം എന്നുള്ള ധ്വനിയുണ്ട് ഇതിൽ. അത് ഈ കവിതയിൽ വരുന്നുണ്ട്. വരികളിൽ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ കുറേ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണ് ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീയുടെ ജഡത്തിൻ്റെ ആ അളിഞ്ഞ നാറ്റം അയാളെയും മറ്റുള്ളവരെയും അകറ്റുന്നത് എന്തുകൊണ്ടാണ്? അകലത്തുള്ളവരും അരികത്തുള്ളവരും അകന്നു മാറുന്നു. കുറ്റബോധം കൊണ്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥ കൊണ്ടാണ്. എന്ന് വെച്ചാൽ പുരുഷവർഗത്തിന് കുറ്റബോധം ഉണ്ട് എന്നാണ് കവി പറയുന്നത്. കവി ഉൾക്കൊള്ളുന്ന പുരുഷവർഗത്തിന്റെ പ്രതിനിധിയായി കവി തന്നെ പറയുകയാണ്, ഈ സ്ത്രീയുടെ അവസ്ഥ ഇത്തരത്തിൽ ഒരു ജഡത്തിന്റെ അവസ്ഥയാക്കിയതിന് പ്രധാന ഉത്തരവാദികൾ ഈ പുരുഷ മേധാവിത്വ സമൂഹമാണ്. താൻ ഉൾക്കൊള്ളുന്ന ഈ പുരുഷ വിഭാഗത്തിന് ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ട്. അപ്പൊ കവിക്ക് അതിനെക്കുറിച്ച് കുറ്റബോധമുണ്ട്. അതാണ് കവി അങ്ങനെ സംസാരിക്കുന്നത്. കവി തന്നെ തൻ്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പുരുഷവർഗത്തിന്റെ ആ കുറ്റബോധത്തെ കുറിച്ച് പറയുകയാണ്. സ്ത്രീയെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാതെ, സ്വാതന്ത്ര്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാതെ ഒരു വളർത്തി വലുതാക്കുന്ന ഒരു ചുറ്റുപാടുകളാണല്ലോ സമൂഹത്തിലുള്ളത് കണ്ടുവരുന്നത്. ഇപ്പോൾ കാലം കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കവിത. അപ്പൊ സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥയും സ്ത്രീ എങ്ങനെ മാറി വരണം എന്നതിനെ കുറിച്ചൊക്കെയാണ് കവി തുടർന്നു വരുന്ന വരികളിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഉള്ളിലുള്ള ജഡം അളിഞ്ഞു നാറുന്നതിന്റെ ആ നാറ്റം പുറത്തു വരാതിരിക്കാൻ മൂക്കിൽ വിരൽ തിരികെയാണ് നടക്കുന്നത്. എന്നിട്ടും കുറ്റബോധം കവിയെ വല്ലാതെ ചുട്ടുനീറ്റുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി.
അപ്പോൾ അറിവ് വെച്ച നാൾ മുതൽ എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ആ സമയം തൊട്ട്, കുട്ടിക്കാലം തൊട്ട് അവൾ എന്ന് പറയുമ്പോൾ അവിടെ അമ്മയാണ്, സഹോദരിയാണ്. ആരും അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയെ. ഇവിടെ താഴെ നൂലട്ടയുടെ ആശയം എന്താന്ന് കൊടുത്തിട്ടുണ്ട്. കാഴ്ച തെളിയാൻ കണ്ണിൽ നൂലട്ടയെ പിടിപ്പിക്കാറുണ്ട്. ഈ കാഴ്ചയിൽ മങ്ങൽ വരുത്തുന്ന എന്തെങ്കിലും ഞരമ്പുകളുടെ കട്ടിയായതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ദുഷിച്ച രക്തമൊക്കെ ഊറ്റി വലിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഈ അട്ടയെ കൊണ്ട് കടിപ്പിക്കുക. അപ്പം ഈ കണ്ണിൽ നൂലട്ട കാഴ്ച തെളിയാൻ, ഇവിടെ ആ കാഴ്ച തെളിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പുരുഷവർഗത്തെയും കാഴ്ച തെളിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീയാണ്, എന്ന് വെച്ചാൽ അമ്മയാണ്. അതാണ് പറഞ്ഞത്, അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി. വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന് തള്ളയായി. വിശപ്പ് കൊണ്ട് എന്ന് വെച്ചാൽ കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ചു തിന്നുന്ന സ്വഭാവമുള്ളവനെ ഒരു തള്ളയെ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ആ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ വീട്ടിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടാക്കിയാലും, കൂടുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും, വളരെ കുറച്ചാണെങ്കിലും ആണുങ്ങൾക്ക്, കുട്ടികൾക്ക് അതെല്ലാം പങ്കുവെച്ച് കൊടുത്ത് വയറു മുറുക്കി കഴിയുന്ന സ്ത്രീജനങ്ങൾ. അതാണ് അവളുടെ അവസ്ഥ, പണ്ടത്തെ സ്ത്രീകളുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഉള്ളത് ഉണ്ടാക്കി എന്ത് ചെയ്യാണ്, തൻ്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് ആരാണ്, പുരുഷവർഗത്തിന് ഉൾപ്പെടുന്ന അവർക്കെല്ലാം. അതാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന് എന്താണ്, തള്ളയായി. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടിയിട്ടും ആ പുരുഷൻ യഥാർത്ഥത്തിൽ സ്ത്രീയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥയെക്കുറിച്ചൊന്നും അന്ന് ആരും മനസ്സിലാക്കിയില്ല. വാരി വലിച്ചു തിന്ന് ചത്തവന് തള്ളയായി. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ, അമ്മ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നിശബ്ദമായ രീതിയിൽ അധികം ഒന്നിലും ഉൾപ്പെടാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്, വരികളിൽ നമുക്ക് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം എന്താണത്, കണ്ണിൽ നൂലട്ടയായി. കാഴ്ച തെളിയിച്ചത് അമ്മയാണ്. എന്ന് വെച്ചാൽ അറിവ് വെച്ച നാൾ മുതൽ കൂടുതൽ അറിവ് നൽകുന്നതും മുന്നോട്ട് നയിക്കുന്നതും ജീവിതത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നതൊക്കെ ആരാണ്, മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളിൽ പിതാവിനെ പോലെ തന്നെ മാതാവിനും തുല്യമായ സ്ഥാനമുണ്ട്. പക്ഷെ ആ സ്ഥാനത്തെക്കുറിച്ച് അന്ന് ആരും ചിന്തിച്ചില്ല. അപ്പൊ പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിലെ കവി ഇപ്പോൾ കുറ്റബോധം കൊണ്ട് അവളെ മറ്റൊരവസ്ഥയിൽ എത്തിക്കണം എന്ന ചിന്തിക്കുന്നതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത. അപ്പൊ നോക്കനി അടുത്ത വരി. ഒരു പെണ്ണിൻ തല അവൾക്ക് ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പിയില തിര തുളുമ്പിയില. അപ്പോൾ ആ ശരീരത്തിന് ഒരു പെണ്ണിന്റെ തലയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന അവസ്ഥയിൽ ആയതുകൊണ്ട് ജന്മനാ കിടച്ചുവെങ്കിലും, ജന്മനാ ലഭിച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പിയില തിര തുളുമ്പിയില. കടലിന്റെ ഇരമ്പലോ തിരയുടെ തുളുമ്പലോ ഒന്നും തന്നെ അത് അറിഞ്ഞില്ല. കാരണം അതിൻ്റെ കാത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രവിച്ചില്ല. അത്തരം കാര്യങ്ങളൊന്നും കേൾക്കാനോ കാണാനോ ഉള്ള ഒരു അവസരം അവൾക്ക് ലഭിച്ചില്ല. മുഖത്തു കണ്ണുകൾ അതിന് പാതിരാക്കി അടയ്ക്കുവാൻ മാത്രം. മുഖത്ത് അതിന് 2 കണ്ണുകളുണ്ട്. പക്ഷെ ആ കണ്ണുകൾ കൊണ്ട് അവളുടെ ആ കണ്ണുകൾ എന്തിനാണ്, പാതിരാക്കി അടയ്ക്കുവാൻ മാത്രം. എന്ന് വെച്ചാൽ അവളുടെ ആ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അവൾ ഉറങ്ങുന്നത് പാതിരയ്ക്കാണ്. പാതിരയ്ക്ക് അടയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ മിഴികൾ. അല്ലാതെ പുതിയ നല്ല കാഴ്ചകൾ കാണാനോ ആസ്വദിക്കാനോ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊണ്ട് കഴിയാനോ ഒന്നുമുള്ള അവസരം അവൾക്ക് ലഭിച്ചില്ല. പാതിരായ്ക്ക് അടയ്ക്കാൻ മാത്രമുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണുകൾ, അടയ്ക്കുവാൻ മാത്രം. ഒരു നിശബ്ദമാ മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. അതാണ്, ഒരു നിശബ്ദമായ മുറിവിന്റെ വക്കുകളെ പോലെയാണ് അതിൻ്റെ ചുണ്ടുകൾ. ആ ചുണ്ടുകൾ എപ്പോഴും എന്താണ്, നിശബ്ദമായ ഒരവസ്ഥയാണ്. വേണ്ട ഒരു സ്ഥലത്തും ഒന്നും പറയാനുള്ള അവസരം അവൾക്ക് ലഭിച്ചില്ല. നിശബ്ദമായി എന്തു കാര്യങ്ങളും അവളുടെ മനസ്സിലൊരു കടലിരമ്പമുണ്ടാവും, തിരയിളക്കമുണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ ആ നിശബ്ദമായ ആ ചുണ്ടുകൾ കൊണ്ട് അവൾ, ആ മുറിവിൻ വക്കിനെ പോലുള്ള ആ ചുണ്ടുകൾ കൊണ്ട് അവൾ എന്താണ്, ഒന്നും പുറത്തേക്ക് കാണിച്ചില്ല. നിശബ്ദമാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു നിശബ്ദമാ മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. അപ്പോൾ കണ്ണുണ്ട്, പാതിരയ്ക്ക് അടയ്ക്കുവാൻ മാത്രം. നിശബ്ദമായ
അവസ്ഥയിൽ കഴിയുന്ന രണ്ട് ചുണ്ടുകളാണ്. ആ ചുണ്ടുകൾ ഒരു മുറിവിന്റെ വക്കുകളെ പോലെ, മുറിവിൻ വക്കുകൾ എന്ന് പറയാൻ ധാരാളം വേദനകൾ അവളുടെ ആ മനസ്സിലുണ്ട്, അവൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിശബ്ദമായി അതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഹനത്തിന്റെ പ്രതീകമായ സ്ത്രീയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. ഇനി അടുത്തെന്താ പറയണം നോക്കൂ. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റീല. സത്യമാണല്ലോ. വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്ന ആരാണ്? വീട്ടിലെ സ്ത്രീ ജനങ്ങളാണ്, പ്രത്യേകിച്ച് അമ്മ. കുട്ടികൾക്ക് അറിയുന്നത് അമ്മയെക്കുറിച്ച്, അമ്മയാണ് അല്ലേ? മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രം. എല്ലാ നക്ഷത്രങ്ങൾ എല്ലാം മയങ്ങി, പാതിരാ നക്ഷത്രം പോലും കണ്ണടച്ചു. എന്നിട്ടാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ, ആരായാലും സ്ത്രീ ഉറങ്ങുന്നത്. അതാണ് പറഞ്ഞത്, മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും. ഇനിയോ അങ്ങനെ വൈകി ഉറങ്ങുന്ന അവൾ, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റീല. ആ വരികൾ അടയാളപ്പെടുത്തിയിട്ട് കേട്ടോ, ചോദ്യമായിട്ട് വരും. ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റീല എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വളരെ നേരത്തെ അവൾ എഴുന്നേൽക്കും. പാതിരാവായിട്ടാണ് അവൾ കിടക്കുന്നത്, ഉറങ്ങുന്നത്. ആ ഒരു ചെറിയ ഇടവേള മാത്രമാണ് അവളുടെ വിശ്രമം. അപ്പോൾ വീട്ടിലെ സ്ത്രീ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ള പുരുഷവർഗത്തെ ഇന്നത്തെ നിലയിൽ താൻ പോരിമയോടെ വളർത്താൻ മെനക്കെടുന്ന അല്ലെങ്കിൽ വളർത്താൻ സഹായിക്കുന്ന അമ്മമാരുടെ ആ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ആ അവസ്ഥ, അവർ എന്ത് ചെയ്യാണ്? ധാരാളം വേദനകൾ കടിച്ചമർത്തുകയാണ്. നിശബ്ദമാം മുറിവിൻ വാക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ എന്നുള്ളത് അല്ലേ? അപ്പൊ നിശബ്ദമാണ്. അതുപോലെ കാതിൽ അവളുടെ കാതിൽ കടലിരമ്പിയില്ല, തിര തുളുമ്പിയില്ല. കടലിരമ്പുന്നതും തിര തുളുമ്പുന്നതും ഒന്നും അവൾ അറിയുന്നില്ല എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു രീതിയിലും പറയാം, അവളുടെ ഉള്ളിൽ കടലിന്റെ ഇരമ്പലും തിരയുടെ തുള്ളലും ഉണ്ട്. ഒന്നും തന്നെ ആ മുറിവിന്റെ വക്കുകളെ പോലുള്ള ചുണ്ടുകളിലൂടെ അവൾ പുറത്തേക്ക് കാണിച്ചില്ല. അത് നിശബ്ദമായിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കുന്ന ആ സ്ത്രീയുടെ അവസ്ഥയെ കവി വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല എന്നാണ്. എന്നുവെച്ചാൽ അവളേക്കാൾ വൈകി ഉറങ്ങുന്ന ഒരു നക്ഷത്രവുമില്ല. എന്നുവെച്ചാൽ നക്ഷത്രങ്ങളെല്ലാം മയങ്ങിക്കഴിഞ്ഞതിന് ശേഷം, കണ്ണടച്ചതിന് ശേഷമാണ് അവളുടെ ഉറക്കം, പാതിരാവിലാണ്. പിന്നെന്താണ് അടുത്തെന്താ പറഞ്ഞത്? ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല. അവളേക്കാൾ നേരത്തെ സൂര്യൻ ഉദിച്ചില്ല, ഒരു സൂര്യനും ഉദിച്ചില്ല. എന്ന് വെച്ചാൽ സൂര്യനൊക്കെ ഉദിക്കുന്നതിന് എത്രയോ മുമ്പ് അവൾ എഴുന്നേറ്റ് അവളുടെ കുടുംബത്തിനു വേണ്ടി എന്ത് ചെയ്യാണ്? പണികൾ ചെയ്യാണ്. ഭർത്താവിനും മക്കൾക്കും ഒക്കെ ജോലിക്കും വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, അവർക്ക് ഭക്ഷണം ഒരുക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അപ്പൊ നിശബ്ദമായ മുറിവിൻ വാക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. ഒന്നും മിണ്ടാതെ എല്ലാം ഉള്ളിലൊതുക്കി അവൾ ഒരു ആസ്വാദനത്തിനും ഇല്ലാതെ, ഒന്നും ആസ്വദിക്കാതെ നിശബ്ദമായ ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവം, കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് കവി മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് കവി ഇവിടെ പറഞ്ഞത്. കവി തന്റെ അറിവ് വെച്ച നാൾ മുതൽ കണ്ണിൽ ഒരു നൂലട്ടയായി അവളുണ്ട് എന്ന് പറഞ്ഞില്ലേ? എന്നുവെച്ചാൽ അറിവ് വെച്ച നാൾ മുതൽ കവി കാണുന്നത് ഇതാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള സ്ത്രീ ജനങ്ങളെയാണ് കവി കാണുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആശയം? ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്താ പറയണം നോക്കൂ. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും, കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും, ഉണർന്നിട്ടില്ല അവൾ 1000 നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. ഇനി അവളുടെ മറ്റൊരവസ്ഥ. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. അവൾ 1000 കാതം നടന്നു, എന്നിട്ടും അവൾ എന്താണ്? പുറപ്പെട്ടെടുത്ത് തന്നെയാണ്. പക്ഷെ കാലം കുറേ മുന്നോട്ട് വന്നിട്ടും അവളുടെ അവസ്ഥ ഇപ്പോഴും ആദ്യത്തെ രൂപത്തിൽ തന്നെയാണ് എന്നാണ് പറയണത്. അതുമാത്രമല്ല, അവൾ എന്ത് ചെയ്യാണ്? 1000 കാതങ്ങൾ നടന്നു തീർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് അവൾ നടന്നു തീർക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും, നിവർന്നു നിൽക്കാൻ അവൾ ശ്രമിക്കും, പക്ഷേ എപ്പോഴും അവൾ എന്ത് ചെയ്യാണ്? കുനിഞ്ഞു വീണു പോകുന്നു. ഉണർന്നിട്ടില്ല അവൾ 1000 നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും അവൾ ഉണർന്നിട്ടില്ല. അവൾ പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഈ അടിച്ചമർത്തപ്പെട്ട് ആ സ്ത്രീത്വത്തെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് കവി.
1000 വട്ടം നിവർന്നു നിന്നിട്ടും കുനിഞ്ഞു വീഴുന്നു. അതുപോലെ ഉണർന്നിട്ടില്ല അവൾ 1000 നെഞ്ചിൽ ചവിട്ട് കൊണ്ടിട്ടും. എത്രയോ പ്രാവശ്യം ചവിട്ട് കൊണ്ടിട്ടും അവൾ ഉണർന്നില്ല. അവളെക്കുറിച്ച് ബോധവതിയായില്ല. അഥവാ അവൾക്ക് സംസാരിക്കാനോ അവളുടെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും അവൾ മെനക്കെട്ടില്ല. കാരണം അവൾ കുടുംബിനിയാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവളിലുണ്ട്. ആ ഉത്തരവാദിത്വം വളരെ മനോഹരമായി ചെയ്യുക എന്നുള്ള ധർമ്മം അവൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. കുറേ കാലമായി പുറപ്പെട്ടെടുത്തു തന്നെ 1000 കാതം അവൾ നടന്നിട്ടും അവൾ ഇപ്പോഴും അതേ പഴയ അവസ്ഥയിൽ തന്നെയാണെന്നാണ് കവി പറയുന്നത്. ഇനി അവളുടെ പ്രതീകങ്ങളായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കവി പറയുന്നു. ഒരു കുറ്റിച്ചൂല്, ഒരു നാറാത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്ന ഒരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ഇതൊക്കെയാണ് അവളുടെ കയ്യിലുള്ള അവശ്യ വസ്തുക്കൾ. അല്ലെങ്കിൽ അവൾ ഇതുപോലെയൊക്കെയാണ് അവൾ. ഒരു കുറ്റിച്ചൂല്, അടിച്ചടിച്ച് തേഞ്ഞ വീടിന്റെ പുറകുവശത്ത് ചാരി വെച്ചിട്ടുള്ളൊരു കുറ്റിച്ചൂല് പോലെയും, ഒരു നാറാത്തേപ്പ്, തുടച്ച് പഴകിയ ഒരു തുണിക്കഷ്ണം പോലെയും, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഉപയോഗിച്ച് ഞെണുങ്ങി വക്ക് പോയ ഒരു കഞ്ഞിപ്പാത്രം പോലെയുമാണ് അവൾ. അവസാനം അവൾ ആരാകുന്നു? ഒരട്ടി മണ്ണവൾ. എല്ലാവരെയും പോലെ അവളും മരിച്ച് മണ്ണാകുന്നു. ഒരട്ടി മണ്ണവൾ. അപ്പൊ അവളുടേതായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആ 4 പേരെ അടയാളപ്പെടുത്തിയിട്ട് ചോദ്യം വരും. ഒരു കുറ്റിച്ചൂല്, ഒരു നാറാത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ആശയം വ്യക്തമാക്കുക എന്നുള്ള രീതിയിൽ ചോദ്യം വരും. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ അവളുടെ സ്ത്രീയുടെ പരിതാപകരമായ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്ന കുറെ ബിംബങ്ങളാണ്. ഒരു കുറ്റിച്ചൂല്, അടിച്ചടിച്ച് തേഞ്ഞ് കുറ്റി ആയി തീർന്ന ചൂല്, കുറ്റിച്ചൂല്. പിന്നെന്താണ്? തുടച്ച് പഴകിയ തുണി, ഒരു നാറാ തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഉപയോഗിച്ച് ഞെണുങ്ങി വക്കെല്ലാം പൊട്ടിയ ഒരു കഞ്ഞിപ്പാത്രം. ഇതൊക്കെയാണ് അവളുടെ അവസ്ഥ. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അവസാനം അവൾ ആരാകുന്നു? ഒരട്ടി മണ്ണവൾ. അതെല്ലാവർക്കും തുല്യമാണ്. ജനിച്ച എല്ലാവരും അവസാനം മരിക്കുന്നു. അത് സ്ത്രീക്ക് തുല്യമായ അവസ്ഥയിൽ ലഭിക്കുന്നു. ഒരട്ടി മണ്ണവൾ. ബാക്കി എല്ലാ കാര്യങ്ങളും അവൾക്ക് മേൽ പറഞ്ഞ രൂപത്തിൽ കുറ്റിച്ചൂല്, നാറാത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം എന്നുള്ള അവസ്ഥയിലാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സ്ത്രീയുടെ പ്രതീകമായിട്ട് കവി ഇതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീയെ ഇനിയും ഇങ്ങനെ കടന്നു പോയിട്ട് കാര്യമില്ല, അവൾക്ക് ഒരു മാറ്റം വരണം എന്ന് കവി തന്നെ ചിന്തിക്കുക. കവി ഉൾപ്പെടുന്ന പുരുഷവർഗത്തിന്റെ, ആ പുരുഷ മേധാവിത്വത്തിന്റെ ആ ഉരുക്കുമുഷ്ടികളിൽ നിന്ന് അവൾ മാറി തനതായ ഒരു ജീവിതം നയിക്കണം. അതിനെ അവളെ എങ്ങനെയാണ് മാറ്റുക എന്നാണ് കവി ചിന്തിക്കുന്നത്. നോക്കൂ, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. എന്നിട്ട് ഇനി അടുത്ത് ഞാൻ പറയുന്നത് കവി അവൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുകയാണ്. ശ്രദ്ധിക്കും. ഗതി കിട്ടാത്തതാ അവൾ തന്നെ ആത്മാവെന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. അതാണ് കവി ആഗ്രഹിക്കുകയാണ്. ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവ് പോലെയാണല്ലോ ഇപ്പൊ അവളുടെ അവസ്ഥ. ഒരു ഗതിയില്ല, ഗതിയും പരഗതിയില്ലാതെ നട്ടം തിരിയുന്ന ഈ ജീവിതത്തിൽ അവളെ എന്ത് ചെയ്യണം? ഗതി കിട്ടാത്തതാം അവൾ തന്നെ ആത്മാവ് ഇന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്ത് അതിസൂക്ഷ്മം വേറൊരു ഉടലിൽ ചേർക്കാവൂ. കവി ആഗ്രഹിക്കുകയാണ് ആ ഗതി കിട്ടാത്ത ആത്മാവിനെ ഒരു യന്ത്രം പോലെ ആ ഉടലിൽ നിന്ന്, ഒരു പെണ്ണിൻ തല അവൾക്ക് ജന്മനാ കിടച്ചുവെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് ആ യന്ത്രം പോലെ ആത്മാവിനെ അടിച്ചെടുത്ത് അതിസൂക്ഷ്മമായി കവി ചിന്തിക്കുകയാണ്. അതിസൂക്ഷ്മമായി അതൊരു മറ്റൊരു ശരീരത്തിൽ ചേർക്കാവൂ. ഇനി എങ്ങനെയുള്ള ശരീരത്തിലാണ് ചേർക്കേണ്ടതെന്ന് കവി പറയുന്നു. നോക്കൂ, ഒരു നൂലട്ട പോലിഴയും പെണ്ണിന്റെ ഉടലിനോടല്ല, വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. മനസ്സിലായില്ലേ? എന്താണത്? ഒരു നൂലട്ട പോലിഴയും പെണ്ണിന്റെ ഉടലിനോടല്ല, വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. അപ്പൊ അതാണ് ആ പെണ്ണിന്റെ ശരീരം. നൂലട്ട പോലെ എഴുതുന്ന പെണ്ണിന്റെ ശരീരത്തെ കുറിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ശരീരത്തിലല്ല ഇനി ആത്മാവ് ചേർക്കുന്നത്. പിന്നെ എവിടെയാണ്? വിശക്കുമ്പോൾ ഊരിലിറങ്ങി മനുഷ്യരെ എല്ലാം പിടിച്ചു തിന്നുന്ന ഒരു കടുവയുടെ ശരീരത്തിലാണ് ഈ സ്ത്രീയുടെ ആത്മാവ് ചേർക്കേണ്ടത് എന്നാണ് കവി പറയുന്നത്. ഊരിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ജനമേഖലയിൽ, ഊര് എന്ന് പറഞ്ഞാൽ നാട്ടിലിറങ്ങി മനുഷ്യരെ പിടിച്ചു തിന്നുന്ന നരബുക്ക്, മനുഷ്യനെ പിടിച്ചു തിന്നുന്ന കടുവയുടെ ശരീരത്തിലാണ്, ഉടലിലോടാണ് ആ പെണ്ണിന്റെ ആത്മാവിനെ ചേർക്കേണ്ടതെന്ന് കവി. ഇനി ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗത്ത് ചേർത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്.
ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ, മലയുടെ താഴെ വയലിനക്കരെ കതകിനപ്പുറം. എന്ന് വെച്ചാൽ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് ഇനി കടുവയുടെ മുരൾച്ചയാണ് കേൾക്കുക. എന്ന് വെച്ചാൽ സ്ത്രീ ഒരു കടുവയുടെ സ്വഭാവമുള്ള അവസ്ഥയിൽ ആയിരിക്കണം എത്തേണ്ടത്. അവിടെ വയലിനക്കരയായാലും കതകിനപ്പുറമായാലും മലയുടെ താഴെയായാലും ആ മുരൾച്ച കേട്ടാണ് ഉണ്ണികൾ എന്ത് ചെയ്യുന്നത്, ഉറങ്ങേണ്ടത്. അപ്പോൾ അതാണ് കതകിനപ്പുറം. അതുപോലെ അപ്പോൾ ഏത് ശരീരമാണ്? കടുവയുടെ ശരീരത്തിലേക്കാണ് ആത്മാവ്, സ്ത്രീയുടെ ആത്മാവ് ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ചേർക്കാൻ കവി ആഗ്രഹിക്കുന്നത്. പിന്നെയോ അവളുടെ നാവിനെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ. അവളുടെ നാവെടുത്ത് മറ്റൊരു കുരലിൽ ചേർക്കുകയാണ്, തൊണ്ടയിൽ ചേർക്കുകയാണ്. അതെവിടെയാണ്? ഇറയെ തെച്ചിൽ രുചിച്ചിടുന്നൊരു കൊടിച്ചിയിലല്ല, വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായയിൽ. അവളുടെ നാവെടുത്തിട്ട് വിശക്കുമ്പോൾ ഇറയത്ത് വന്ന് മുന്നിൽ പിറകുവശത്തൊക്കെ വന്ന് എച്ചില് തിന്നുന്ന ഒരു പട്ടികയിലല്ല അവളുടെ നാവ് ചേർക്കേണ്ടത്. അതേപോലെയല്ല അവളുടെ നാവ് വേണ്ടത്. പിന്നെ എന്താണ്? വിശക്കുമ്പോൾ ഇരയെ വളഞ്ഞ് കൊന്നു തിന്നിടുന്ന ഒരു ചെന്നായയിലാണ് അവളുടെ നാവ് ചേർക്കേണ്ടത് എന്ന് കവി ആഗ്രഹിക്കുന്നു, ചേർക്കണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. ഇനി അപ്പോൾ അവളുടെ ശരീരം, ആത്മാവ് എവിടെ ആണ്? ശരീരത്തിൽ. ഏത്? കടുവയുടെ ശരീരത്തിൽ. അവളുടെ നാവ് ഒരു ചെന്നായുടെ കുരലിൽ ചേർക്കണം എന്നാ പറഞ്ഞത്. ഇനി പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവഹിനികളിൽ അവൾ തന്നെ ഉഗ്രമാം വിശപ്പു ചേർക്കാവൂ. പുരം എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ, പുരങ്ങൾ പട്ടണങ്ങൾ, ജനപദങ്ങൾ. അപ്പോൾ ജനവാസ മേഖലകളും പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം തന്നെ എന്താണ്? ചൂഴുന്ന വനവഹിനി, എല്ലാം നശിപ്പിക്കാൻ കഴിയുന്ന കാട്ടുതീയിലാണ് കവി അവളുടെ വിശപ്പിനെ ചേർക്കുന്നത്. ഉഗ്രമാം വിശപ്പ് ചേർക്കുക. അവളുടെ ഉഗ്രമായ വിശപ്പിനെ കാട്ടുതീയിൽ ചേർക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഈ കാട്ടുതീയിൻ്റെ പ്രത്യേകത എന്താണ്? പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും എല്ലാം വിഴുങ്ങാൻ കഴിവുള്ള ആ കാട്ടുതീയിലാണ്, വഹിനി എന്ന് പറഞ്ഞാൽ അഗ്നി, വനവഹിനി എന്ന് പറഞ്ഞാൽ കാട്ടുതീ, കാട്ടുതീയിലാണ് അവളുടെ വിശപ്പിനെ കവി ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന, ചലവും ചോരയും ഒലിക്കും സന്ധി. ഇനി അവളുടെ വേദനയെ കവി ചേർക്കുന്നത് പ്രകൃതിയിലെ മറ്റൊരു ഭാവത്തിലാണ്. ഏതിലാണ്? ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ. സന്ധ്യയിലാണ് അവളുടെ വേദനയെ ചേർക്കുന്നത്. ഇനി അവളുടെ ശാപം അണയ്ക്കാവൂ, വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യൻ. ഇനി അവളുടെ ശാപത്തെ എങ്ങനെയാണ് കവി ചേർത്ത് കൊടുക്കുന്നത്? വിളനിലങ്ങളെ മുഴുവൻ ഉണക്കി നാശമാക്കാൻ കഴിയുന്ന സൂര്യനിലാണ് അവളുടെ ശാപത്തെ കവി ചേർത്ത്. അവളുടെ ശാപം അത്രയും രൂക്ഷമായിരിക്കും, അതുപോലെ അവളുടെ വിശപ്പ് അത്രയും രൂക്ഷമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. സൂര്യനിൽ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. അവളുടെ മരണം, വസൂരിമാലകൾ കുരുത്ത വ്യോമം എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന വ്യോമം, ആകാശത്തിലെ ഒരു ബലിമൃഗമായിട്ടാണ് കവി അവളുടെ മരണത്തെ കാണുന്നത്. ഞാൻ അവളുടെ മൃതി. ഇതാണ് കവിത. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ സംക്രമണം എന്ന കവിത. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്? കവി ഉൾക്കൊള്ളുന്ന പുരുഷവർഗത്തിന്റെ കാലുഷ്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ജഡമാകുന്ന സ്ത്രീത്വത്തിന്റെ ഒരു എന്താ പറയുക, കാലുഷ്യത്തിൽ ചീഞ്ഞളിഞ്ഞ ജഡമായി തീർന്ന സ്ത്രീത്വത്തിന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്ന ഒരു പ്രവാചക സ്വഭാവമുള്ള കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിത. അപ്പോൾ ഇതിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കുക. ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്: പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. സ്ത്രീയുടെ ജീവിതയാത്രയുടെ ചരിത്രമാണ് ഈ വരികളിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. വിശകലനങ്ങൾ അവതരിപ്പിക്കുക. ഇത് എന്താണ്? കവിത വായിക്കുക, ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായിട്ട് എഴുതാൻ കഴിയും. ഇനി അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട്: ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണിങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. നമ്മുടെ ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്നുള്ള കവിതയിലെ വരി. ഇനി സച്ചിദാനന്ദന്റെ ഒരു കവിതയിലെ വരി കൊടുത്തിട്ടുണ്ട്: ഞാൻ കഴുകിയാൽ പോകാത്ത വികൃത പാത്രം, തേഞ്ഞൊരു ഉരൽ, രുചിയൊക്കെയും ഒന്നായൊരെച്ചിലിൻ നിറക്കുപ്പ, തുള വീണ തൊട്ടി പറ്റും കിണർ. ഇങ്ങനെ സ്ത്രീ ജീവിതത്തെ ചിത്രീകരിക്കാൻ കവികൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ
ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ കഴിയുന്ന രൂപത്തിലാണ് ഞാൻ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധയോടെ കേൾക്കുക, എല്ലാ ചോദ്യങ്ങൾക്കും ശരിക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.